अर्जुन उवाच परं ब्रह्मं परं धाम पवित्रं परमं भवान् परं ब्रह्म परं धाम पवित्रं परमं भवान् पुरुषं शाश्वतं दिव्य आदिदेवं अजं विभुं पुरुषं शाश्वतं दिव्य आदिदेवं अजं विभुं अहुस्त्वामृषय सर्वे देवर्षि नारदस्तथा अहुस्त्वामृषय सर्वे देवर्षि नारदस्तथा असितो देवलो व्यास असितो देवलो व्यास स्वयं चैव ब्रवीषि मे. हरे कृष्ण. हरे कृष्ण. तो ഈ ശ്ലോക അർജുനൻ പറയുന്ന ശ്ലോകമാണ്. നമ്മുടെ ദീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്ത് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ പരമപുരുഷനായി അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പം അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മൾ ആൻസർ എഴുതണം. എന്തെഴുതണം? എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പോൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത്? ഇന്നത്തെ ശ്ലോകത്തിൽ നാരദ, അസിത, ദേവല, വ്യാസ ഇവരെല്ലാം ഭഗവാനെ പരമപുരുഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതുമാത്രമാണോ? കൂടാതെ ഭഗവാൻ സ്വയം ഇവിടെ പറയുന്നുണ്ട് ഞാനാണ് പരമപുരുഷനെന്ന്. അതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ആൻസർ അല്ലേ. ഇവിടെ പറയുന്നുണ്ട്, അർജുനൻ പറഞ്ഞു അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാന് മേലെ വേറെ ആരുമില്ല, ഭഗവാന് തുല്യമായിട്ടും ആരുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറയുന്നുണ്ട്? പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നുണ്ട്. പരമമായ ധാമവും പവിത്രവും നിരപേക്ഷ തത്വവും ഭഗവാൻ തന്നെ. അപ്പോൾ പരമമായ ധാമം, ആ ധാമത്തിന് ഉയരെ ഇനിയൊരു ധാമമില്ല. അതാണ് പെർമനൻ്റ് ആയിട്ടുള്ളതും പിന്നെന്താണ് ഏറ്റവും ഉപരിയായിട്ടുള്ളതും ഏതു തന്നെയാണ്? ആ പരമമായ ധാമം എന്ന് പറയുന്നത്. അവിടെയാണ് ആര് പോകേണ്ടത്? നമ്മൾ പോകേണ്ടത് എവിടെയാണ്? അവിടെ ഭഗവാൻ പോകേണ്ടതാണ്, നമുക്കല്ല. നമ്മളെവിടെ തന്നെ പോകണം, അവിടെ വേണം നമുക്ക് പോകാനായിട്ട്. അത് പരമമായ ധാമം, പവിത്രമായതാണ്. ഭഗവാൻ പവിത്രമാണ്. ഭഗവാന് ഒരു തരത്തിലും മാലിന്യമില്ല. മാലിന്യം ഭഗവാനെ എന്താ പറയുക, ടച്ച് ചെയ്യില്ല. അതുകൊണ്ട് ഭഗവാൻ പവിത്രമാണ്. എന്നാൽ ഭഗവാനെ മനസ്സിലാക്കിയ വ്യക്തികളും എങ്ങനെയുള്ളവരാണ്? അവരും പവിത്രമായ വ്യക്തികളാണ് എന്ന് പറയാം. നിരപേക്ഷ തത്വമാണ്, അബ്സല്യൂട്ട് ട്രൂത്താണ്. ഭഗവാന് മേലെ ഇനിയൊരു സത്യമില്ല. പരമസത്യം ഏത് തന്നെയാണ്? അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത്. അടുത്തത് സനാതനം അല്ലേ. അതിനെ മാറ്റാൻ പറ്റില്ല. ഈ സത്യത്തിനെ, ഈ പരമമായ ധാമത്തിനെ മാറ്റാൻ പറ്റില്ല. നമ്മളെ വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളെ നമുക്ക് മാറ്റാം. പല മാറ്റങ്ങളുണ്ടാകും. പക്ഷെ ഭഗവാന് ഒരു മാറ്റവുമില്ല. അത് എന്നും അങ്ങനെ തന്നെ ഉണ്ടാകും അല്ലേ. സനാതനം എന്ന് പറയുന്നത്. പിന്നെ അഭൗതികനും, ഭഗവാൻ ഭൗതികമായിട്ടുള്ള വ്യക്തിയല്ല, അതിന് മേലെയാണ്. ആദിപുരുഷനും അജനും. ആദ്യത്തെ പുരുഷൻ ആരാണ്? ഭഗവാൻ. ഭഗവാന് മുന്നിൽ ആരെങ്കിലും ജനിച്ചോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആദിപുരുഷൻ ഭഗവാൻ തന്നെ. അജനാണ്. അജനെന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവനാണ്. ഭഗവാൻ ഒരിക്കലും നാശമില്ല എന്ന് പറയുന്നുണ്ട്. മഹാനുമാണ്, അദ്ദേഹം മഹത്തായ വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സത്യം, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ആരൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്തത്? ദേവഋഷിയായ നാരദനും അസിതനും ദേവലനും വ്യാസനും മുതലായ എല്ലാ ഋഷികളും ഊന്നി പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, അതുകൂടാതെ ഇപ്പം അങ്ങും എന്നോട് പറയുന്നു. അതുകൊണ്ട് ആരെ അക്സെപ്റ്റ് ചെയ്തു? അർജുനൻ അക്സെപ്റ്റ് ചെയ്തു. അർജുനൻ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട്
നമ്മളും അക്സെപ്റ്റ് ചെയ്യും. അർജുനൻ എന്തിൻ്റെ ബേസിലാണ് അക്സെപ്റ്റ് ചെയ്തത്? ചുമ്മാ അർജുനൻ്റെ ഫ്രണ്ടാണ്, കൃഷ്ണൻ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റോടൊപ്പം എല്ലാത്തിനും ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്. അല്ല, അർജുനൻ അങ്ങനെയല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, എനിക്ക് ആ പ്രഭുവിനെ ഇഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ കേൾക്കില്ല. ശാസ്ത്രം പറയുന്നത് എനിക്ക് വേണ്ട, പക്ഷേ എന്താണ് കേൾക്കുന്നത്? ആ പ്രഭുവിനെ ഇഷ്ടം. പ്രഭുപാദിൻ്റെ അടുത്ത് പലരും അങ്ങനെ പറഞ്ഞു. പ്രഭുപാദിൻ്റെ ശിഷ്യന്മാർ പലരും വന്നിട്ട് പറഞ്ഞു, എനിക്ക് GBC പറയുന്നതൊന്നും കേൾക്കണ്ട, പക്ഷെ പ്രഭുപാദ് പറയുന്നത് കേൾക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? പ്രഭുപാദ് ഇഷ്ടമാണ്, അതുകൊണ്ട് കേൾക്കാം. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, GBC പറയുന്നത് വെച്ചാൽ ഞാൻ പറയുന്നതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? കേൾക്കണം. GBC പറഞ്ഞാലും കേൾക്കണം, അല്ലേ? അതുപോലെ ശാസ്ത്രം പറഞ്ഞാൽ കേൾക്കണം, അല്ലേ? അല്ലാതെ വ്യക്തി താല്പര്യമല്ല വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പരമസത്യം, ഇതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പരമപുരുഷൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ പലപ്പോഴും നമുക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് ആരാണ് പറയുന്നത്? കൃഷ്ണനെയാണോ പറയുന്നത്, മറ്റ് അവതാരങ്ങളെയാണോ പറയുന്നത്? ഇത് കൃഷ്ണൻ വ്യക്തമായിട്ട് പറയുന്ന അങ്ങ് സ്വയം, അങ്ങ് എന്ന് പറയുന്ന ആരാണ് ഇവിടെ? കൃഷ്ണനാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ അങ്ങ് സ്വയം പറയുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ പറയുന്നു, ഞാനാണ് പരമപുരുഷൻ. അപ്പോൾ വിഷ്ണു ആരാണ്? ശിവൻ ആരാണ്? ബ്രഹ്മാവ് ആരാണ്? മറ്റ് ദേവന്മാരാരാണ്? ത്രിഗുണത്തിൻ്റെ അവതാരമാണ് ഈ 3 പേരും. അപ്പോൾ ഭഗവാന്റെ അവതാരം തന്നെയാണ് ആരൊക്കെയാണ്? ശിവനും ബ്രഹ്മാവും വിഷ്ണുവും ഭഗവാന്റെ അവതാരം തന്നെയാണ്. പക്ഷെ ഭഗവാൻ അപ്പം ആരാണ്? പക്ഷെ ഇത് ആര് മാത്രമേ സാധാരണ പറയാറുള്ളൂ? ഇസ്കോൺകാർ മാത്രമേ പറയാറുള്ളൂ, കൃഷ്ണനാണ് പരമപുരുഷൻ, വിഷ്ണു പരമപുരുഷനല്ല എന്ന് പറയും. ചോദിച്ചാലും പറയും. അപ്പം പുറമേ ഉള്ളവർക്ക് അതൊരു സംശയമാണ്, അല്ലേ? അതെങ്ങനെയാണ് ഇവർക്ക് മാത്രം കൃഷ്ണൻ, ബാക്കിയുള്ളവർക്ക് ഇല്ലേ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ വേദം നമ്മൾ വായിക്കുമ്പോൾ വേദത്തിലെ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. രാമാവതാരം, അതിലെ ബ്രഹ്മസമിതിയിലെ രാമാദിമൂർത്തേഷു കലാനിയമേന ദിഷ്ട നാനാവതാരം അഹരോ ഭുവനേഷു ബിന്ദു കൃഷ്ണസ്വയം പരമപുമാൻ. കൃഷ്ണൻ സ്വയം പരമപുമാൻ ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജൻ പറയുന്നുണ്ട്. അപ്പം മറ്റെല്ലാ അവതാരങ്ങളും ഉണ്ടാകും. രാമാദിമൂർത്തേഷു കലാനിയമേന ദിഷ്ട, അവരെല്ലാവരും അവതാരങ്ങളായിരുന്നു, അതെല്ലാം അവതാരങ്ങളാണ്. പക്ഷെ കൃഷ്ണൻ അവതാരിയാണ്. കൃഷ്ണനാണ് മെയിൻ സോഴ്സ്. കൃഷ്ണനിൽ നിന്നാണ് ഓരോന്നും. ദീപാർച്ചയേവഹി ദശാന്തരം അപൂവേദ്യ ദീപായതേ വിവർത്തഹേതു സമാനതരം. അതായത് ഒരു ദീപത്തിൽ നിന്ന് ഇങ്ങനെ കത്തിച്ചെടുത്താൽ എല്ലാത്തിനും സെയിം ദീപം പോലെ ഉണ്ടാകും. പക്ഷേ യഥാർത്ഥ ദീപം ഏതാണ്? ഒറിജിനലായിട്ട് ആ ദീപം തന്നെയാണ്. അത് കൃഷ്ണൻ തന്നെയാണ്. ആ കൃഷ്ണനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. പക്ഷെ വേദം വായിക്കുമ്പോൾ വേദത്തിനകത്ത് പല സ്ഥലത്തും കൃഷ്ണൻ വിഷ്ണു എന്ന് പോലും പറയില്ല, പരമസത്യം എന്ന് പറയും, നിരപേക്ഷതത്വം എന്ന് പറയും, പരമസത്യം എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു സംശയം ഉണ്ടാകും, ഈ പരമസത്യം ആരാണ്? ഗണപതിയാണോ, അല്ല മുരുകനാണോ, അല്ല ബ്രഹ്മാവാണോ? അതുകൊണ്ടാണ് ഹിരണ്യകശിപുവൊക്കെ പോയിട്ട് ആരെ തപസ് ചെയ്തത്? എന്തോ ഒരു സംശയമുണ്ട്, അല്ലേ? അത് വിഷ്ണുവിനെയാണോ ആരാധിക്കേണ്ടത്, ശിവനെയാണോ ആരാധിക്കേണ്ടത്, ബ്രഹ്മാവെയാണോ ആരാധിക്കേണ്ടതെന്ന് അറിയാതെ പരമസത്യത്തിനെ ഇങ്ങനെ എവിടെയോ പോയി അന്വേഷിച്ചു. അവർ നന്നായിട്ട് തപസ് ചെയ്തു. തപശ്ചര്യയെ കൊണ്ട് അവർ എല്ലാ ബെനിഫിറ്റ്, അവർക്ക് വരങ്ങളെല്ലാം കിട്ടി. അപ്പോൾ ഇവിടെ പരമസത്യം എന്ന് പറയുമ്പോൾ അത് ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? നമുക്ക് ശാസ്ത്രത്തിൽ കൂടെ മാത്രമേ നമുക്ക് പരമസത്യത്തിനെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഏതേ ചാംസ കലാപുംഷ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയും. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ ഭഗവാൻ സ്വയം ആരാണ്? അത് കൃഷ്ണനാണ്. ഇന്ദ്രാരി വ്യാകുലം ലോകം മൃത്യന്തി യുഗേ യുഗേ. ഈ കലിയുഗത്തിൽ മറ്റ് അവതാരങ്ങളെല്ലാം വരുന്നുണ്ട്. അവരെല്ലാം എന്തിനാണ് വരുന്നത്? ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാനായിട്ട് അവതരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ സ്വയം ആരാണ്? കൃഷ്ണസ്തു, കൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ എന്ന് അവിടെ വ്യക്തമായിട്ട് കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റ് വേദങ്ങളിൽ നോക്കുമ്പോൾ വേദങ്ങൾ എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്വരജോ തമോ ഗുണത്തിൻ്റെ ബേസിലാണ് വേദമുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറഞ്ഞാൽ കർമ്മ അർത്ഥ മോക്ഷ എന്ന് പറയുന്ന ധർമ്മ അർത്ഥ മോക്ഷ കാമ എന്ന് പറയുന്ന ഈ 4നെ ബേസ് ചെയ്താണ് വേദം വരുന്നത്. അതുകൊണ്ട് അതിനകത്ത് അർത്ഥം, നമുക്ക് ആഗ്രഹമാണ് ഉള്ളത്, ഡിസയർ ആണ് ഉണ്ടെങ്കിൽ ആ വേദത്തിൽ അതിൻ്റെ ബാക്കിൽ കൂടെ പോവാം. ഭഗവാനെ മനസ്സിലാക്കില്ല, പക്ഷെ നമുക്ക് വേണ്ട ഭൗതികമായ ആഗ്രഹങ്ങൾ നടത്താനുള്ള കാര്യങ്ങളെല്ലാം ഏതിലുണ്ടാവും? വേദത്തിലുണ്ടാവും. ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ മഴ വരുത്താൻ പറ്റും, ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കുട്ടി കിട്ടും, ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ
എന്താണ് നമുക്ക് സമ്പത്ത് കിട്ടും. ഇങ്ങനെ വേദത്തിലെ ഒരു സൈഡ് ഇങ്ങനെയും നമുക്ക് പോകാം, അർത്ഥം അങ്ങനെയും പോകാൻ പറ്റും. കാമം, ആഗ്രഹമനുസരിച്ച് നമുക്ക് പോകാം അല്ലേ. പക്ഷെ ഏതിനാണ് പോകേണ്ടത്? മോക്ഷത്തിനാണ് പോകേണ്ടത്, മോക്ഷമാർഗം. അപ്പോൾ വേദത്തിൻ്റെ അവസാനം, വേദത്തിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? പരമസത്യം, പരമസത്യം. പരമസത്യം ഏതാണെന്ന് വ്യക്തതയില്ലാത്തതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി അഥവാ കുറച്ചുകൂടെ ക്ലിയർ ആയാൽ അത് വിഷ്ണുവാണ് എന്ന് വേദത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ വേദത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? വിഷ്ണുവാണ് പരമപുരുഷൻ എന്ന് മനസ്സിലായത് കൊണ്ട് വിഷ്ണു എന്നാണ് ആര് വന്നു എന്ന് പറയും? കൃഷ്ണൻ വന്നു എന്ന് പറയും. ഇപ്പോൾ കൃഷ്ണ സ്റ്റോറി നോക്കുമ്പോൾ ഫസ്റ്റ് ദേവകിക്കും വസുദേവർക്കും ഏത് രൂപമാണ് കാണിച്ചു കൊടുത്തത്? ചതുർഭുജ രൂപമാണ്, ചതുർഭാവമാണ് കാണിച്ചു കൊടുത്തത്. അപ്പം 4 കൈയിലാണ് കാണിച്ചത്. 4 കൈയിൽ ആരാ ഉള്ളത്? വിഷ്ണുവാണ്, നാരായണനാണ് ഉള്ളത്. അങ്ങനെ കാണിച്ചത് കൊണ്ട് ആൾക്കാരെന്ത് ചെയ്യും? അതിൽ നിന്നാണ് കൃഷ്ണൻ വന്നു എന്ന് വിചാരിക്കും അല്ലേ. അവർക്ക് ഒരു സംശയമുണ്ട്, അതിൽ നിന്നാണ് കൃഷ്ണൻ ഉണ്ടായി എന്ന് അവർ വിചാരിക്കും. അതുമാത്രമല്ല, കൃഷ്ണൻ എന്ത് ചെയ്തു? ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ ബാക്കിൽ നടന്നു. അപ്പോൾ എന്തായി? ഭൗതിക വാസന കൃഷ്ണനുണ്ടായി. സാധാരണ മനുഷ്യനെ പോലെയാണ് എന്നെല്ലാം ഇൻ്റലിജൻ്റ് ഇല്ലാത്ത വ്യക്തികൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങും. അവരെല്ലാം എങ്ങനെ ചിന്തിക്കും? കൃഷ്ണൻ ഭൗതിക ലോകത്തിൽ വന്ന മായ പിടിക്കും. അപ്പോൾ ആരെയും മായ പിടിച്ചു? ഭൗതിക ലോകത്തിൽ ഏത് ജീവാത്മാവെന്ന് ജനിച്ചാലും എന്ത് പിടിക്കും? മായ പിടിക്കും. അപ്പോൾ കൃഷ്ണൻ വന്ന് ജനിച്ചു, അവിടെ ഇരിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കൃഷ്ണൻ എന്ത് പിടിച്ചു? മായ പിടിച്ചു എന്ന് പറയും. അങ്ങനെയാണോ? അല്ല. മായ പിടിച്ചാൽ മായയൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ കൃഷ്ണൻ ഈസി ആയിട്ട് ഈ മായയെല്ലാം വിട്ടിട്ട് കൃഷ്ണൻ പോയി അല്ലേ. കൃഷ്ണന് അത് സാധിക്കും. കാരണം കൃഷ്ണൻ മായയിൽ പെട്ട വ്യക്തിയല്ല. അപ്പോൾ ഇതിൽ ഭാഗത്ത് പറയുന്നില്ലേ, കൃഷ്ണൻ ഈ അഭൗതിക എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ വന്നിട്ട് അഭൗതികനാണെന്ന് പറയുന്നുണ്ട്. ഭൗതികമായ വ്യക്തിയല്ല കൃഷ്ണൻ. കൃഷ്ണൻ അതിന് മേലെയാണ്. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്? സാധാരണഗതിയിൽ വിഷ്ണുവാണ് പരമസത്യം, വിഷ്ണുവാണ് മേലെ, വിഷ്ണുവിടെ താഴെയാണ് എന്ത് വരുന്നു എന്ന് വിചാരിക്കും. കൃഷ്ണൻ വന്നു എന്ന് വിചാരിക്കും. പക്ഷെ വേദം സെർച്ച് ചെയ്താലും ഏതാണ് കൂടുതൽ കിട്ടുക? കൃഷ്ണ എന്നുള്ളത് കിട്ടില്ല പലയിടത്തും. കൃഷ്ണ എന്ന് വളരെ അപൂർവം, രാധ എന്ന് കിട്ടുകയില്ല. പക്ഷെ ഇത് രണ്ടുമാണ് ഗ്രേറ്റ്. ഇവർ 2 പേരാണ് ഗ്രേറ്റ്. അത് 2 പേര് സീക്രട്ടാണ്. എപ്പോൾ ഡിവോഷനിൽ ഫുള്ളി ഭക്തി മാർഗത്തിൽ വരുമോ അപ്പോൾ മാത്രമേ ഇവർ 2 പേരെയും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വിഷ്ണുവിനെ മനസ്സിലാക്കിയാൽ എവിടെ വരെ എത്തിപ്പെടാം? നമുക്ക് വൈകുണ്ഠലോകം വരെ പോവാം. പക്ഷെ പ്രേമം കിട്ടുമോ? പ്രേമിക്കാൻ പറ്റില്ല. കൃഷ്ണപ്രേമം ഉണ്ടാവില്ല. ആരാധിച്ചില്ലെങ്കിൽ, ഭഗവാൻ വിഷ്ണുവിനെ, കൃഷ്ണനെ ആരാധിച്ചില്ലെങ്കിൽ കൃഷ്ണപ്രേമം കിട്ടില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു കൃഷ്ണപ്രേമത്തിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചത്. ചൈതന്യ മഹാപ്രഭു എന്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? കൃഷ്ണപ്രേമത്തിനെ. ഇനി ബ്രഹ്മസംഹിതയിൽ നോക്കിയാൽ അതിനകത്ത് നോക്കൂ, ആ ബ്രഹ്മാണ്ടത്തിനകത്ത് ദേവീധാമ, മഹേഷ, ഹരിധാമ എന്നിട്ടിട്ടുണ്ട് അല്ലേ. ദേവീധാമ ഈ ലെഫ്റ്റ് സൈഡിൽ ആ റൗണ്ടില്ലേ, താഴത്തെ ഏറ്റവും റൗണ്ടില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ദേവീധാമ എന്ന് എഴുതിയിരിക്കുന്നു. കണ്ടോ? ആരെങ്കിലും ഒരാൾ കൈ വെച്ച് കാണിക്കും. യെസ്, ദേവീധാമ. അതിൻ്റെ മേലെ എന്തെഴുതിയിരിക്കുന്നു? മഹേഷധാമ. അതിൻ്റെ മേലെ എന്തെഴുതിയിരിക്കുന്നു? ഹരിധാമ. അതിൻ്റെ മേലെ എന്തെഴുതിയിരിക്കുന്നു? നിജധാമ. ദേവി മഹേഷ ഹരിധാമ സുദേശു തേഷു തേതേ പ്രഭാവ നിജയാവീതാചേന ഗോവിന്ദം ആദിപുരുഷൻ തമഹം ഭജ. അത് നിജധാമമാണ്. ഒറിജിനൽ ധാമം ഏതാണ്? ഗോലോക വൃന്ദമാണ്. അപ്പോൾ ദേവീധാമം എന്ന് പറയുമ്പോൾ അത് മെറ്റീരിയൽ വേൾഡാണ്, ഭൗതിക ലോകമാണ്. അതിന് മേലെ മഹേഷധാമം. മഹേഷധാമം ഇടയ്ക്കിരിക്കുന്നതാണ്. അവിടെയാണ് മഹത്തത്വം. 2 മേഘങ്ങളിരിക്കുകയല്ലേ, ഇത് 2 മഹത്തത്വമാണ്. അപ്പോൾ അവിടെ അതിന് മേലെ ബ്രഹ്മജ്യോതിയുണ്ട്. അപ്പോൾ വൈകുണ്ഠത്തിന് തൊട്ട് ഫ്രണ്ടിൽ എന്തായിരിക്കുന്നത്? ബ്രഹ്മജ്യോതിയാണ് ഇരിക്കുന്നത്. ബ്രഹ്മജ്യോതിക്ക് മേലെ എന്തായിരിക്കുന്നത്? വൈകുണ്ഠലോകമായിരിക്കുന്നത്. അവിടെ ചെറിയ ചെറിയ റൗണ്ട് ഇട്ട് ഓരോ വിഷ്ണു കാണുന്നില്ലേ. അപ്പോൾ അവിടെ നമ്മൾ രാമചന്ദ്രമൂർത്തി ആരാധിച്ചാൽ അയോധ്യ ഏറ്റവും ടോപ്പിലുണ്ടാവും, അയോധ്യ ലോകത്ത് പോകും. അല്ല നരസിംഹ ഭഗവാനെ ആരാധിച്ചാൽ ആ വൈകുണ്ഠ ലോകത്ത് പോകും. വരാഹമൂർത്തി ആരാധിച്ചാൽ അവിടെ വേറൊരു വൈകുണ്ഠത്തിൽ പോകും. അപ്പോൾ ഇങ്ങനെ പോകും. പക്ഷെ അതിനും ഉപരിയായിട്ടാണ് ഏത് വരുന്നത്? ഗോലോകം. അപ്പോൾ ഗോലോക വൃന്ദാവൻ തന്നെ 3ആയിട്ട് പിരിച്ചിരിക്കുന്നു അവിടെ. മധുരാധാമം, ദ്വാരകാധാമം, പിന്നെ ഗോലോക വൃന്ദാവനം എന്ന് 3ആയിട്ട് പിരിച്ചിരിക്കും. അപ്പോൾ മധുരാലീല ഇഷ്ടപ്പെടുന്നവർ എവിടെ പോകും? മധുരാധാമത്തിൽ. ദ്വാരകാലീല ഇഷ്ടപ്പെട്ടവർ പത്നിമാർ, കൃഷ്ണൻ്റെ പത്നിമാരെല്ലാം എവിടെ പോകും? അവിടെ പോകും. പക്ഷേ ഗോപികളെല്ലാം എവിടെ ഇരിക്കും? ഗോപന്മാരും ഗോപികളെല്ലാം ഗോലോക വൃന്ദാവനത്തിൽ. ഗോവിന്ദൻ കൃഷ്ണനെയും പശുക്കളെയും ആരാധിക്കുന്നവരെല്ലാം ആ ലോകത്താണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ
ഡിവിഷൻസ് അങ്ങനെ കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ കൃഷ്ണനാര്. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന ലോകം ഏതാണ്? കൃഷ്ണലോകമാണ് അല്ലേ? അവിടെ വിഷ്ണു ലോകമല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിനു മേലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേവീധാമം എന്ന് പറയുമ്പോൾ ദുർഗാദേവിയാണ് അത് നിയന്ത്രിക്കുന്നത്. മഹേശധാമം എന്ന് പറയുമ്പോൾ കൈലാസം ശിവനാണ് നിയന്ത്രിക്കുന്നത്. ഹരിധാമം എന്ന് പറഞ്ഞാൽ വിഷ്ണു തത്വങ്ങൾ, വിഷ്ണു പോർഷൻ അല്ലെങ്കിൽ പ്ലീനറി പോർഷൻ, അതായത് അവതാരത്തിൻ്റെ അംശാവതാരങ്ങളെല്ലാം ആ വൈകുണ്ഠ ലോകത്തിലായിരിക്കും. അതിന് മേലെ ഡയറക്റ്റായിട്ട് ആരുണ്ടാവും? കൃഷ്ണനുണ്ടാവും. അപ്പോൾ കൃഷ്ണനാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാം? കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മഹത്തത്വത്തിലാണ്. ആ മേഘം പോലെ ഇരിക്കുന്നില്ല, രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും. എവിടെയാണ്? മെറ്റീരിയൽ വേൾഡിൻ്റെ രണ്ട് സൈഡും ഇരിക്കുന്ന ആ മേഘക്കൂട്ടത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ആ മഹത്തത്വം. അവിടെയാണ് ഫസ്റ്റ് ഡിസയർ, ആഗ്രഹം വെച്ചുകൊണ്ട് ജീവാത്മാവ് സൃഷ്ടിക്കപ്പെടുന്നത്. അവിടെ വെച്ചാണ് സൃഷ്ടി, ഭൗതിക സൃഷ്ടി ആരംഭിക്കുന്നത്. ആ ഒരു പോർഷനിലാണ്. അവിടെ വെച്ച് ഏത് വിഷ്ണുവാണ് വന്നിരിക്കുന്നത്? മഹാവിഷ്ണുണ്ട്. ഫസ്റ്റ് ഒരു വിഷ്ണു മാത്രം കിടക്കുന്നുണ്ട്. രണ്ട് മേഘത്തിൻ്റെ ഇടയ്ക്ക് ഒരു മഹാവിഷ്ണു കിടക്കുന്നുണ്ട്. ഇതിനെയാണ് മഹാവിഷ്ണു, കാരണോദക സായി വിഷ്ണു. കാരണം എല്ലാത്തിനും കാരണമായതുകൊണ്ട് കാരണോദക സായി വിഷ്ണു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ കാരണ സമുദ്രത്തിനകത്ത് അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഓരോ ബബിൾസ് ഇങ്ങനെ മാനിഫെസ്റ്റ് ആവും. അതാണ് ആ സ്വർണ്ണ എഗ്ഗ്, ഗോൾഡൻ എഗ്ഗ്, സ്വർണ്ണ കളറിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ടീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു വലുതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൽ കാണുന്ന വിഷ്ണു ആരാണ്? ഗർഭോദക സായി വിഷ്ണു. അതിൻ്റെ അടുത്ത് ആരുണ്ട്? കാലിൻ്റെ പാദത്തിൽ ആരുണ്ട്? ലക്ഷ്മി ദേവി. പക്ഷെ മറ്റേ വിഷ്ണുവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇനി നാഭിയിൽ ആരുണ്ട്? ബ്രഹ്മാവുണ്ട്. അപ്പോൾ ഇവിടെ ലക്ഷ്മി ദേവിയുണ്ട്, ബ്രഹ്മാവുണ്ട്, മറ്റ് ദേവന്മാരെല്ലാം ഇവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ ആരുമേ ഇല്ല, ഒറ്റയ്ക്കായിരിക്കുന്നു. അതുകൊണ്ടാണ് കാരണസമുദ്രത്തിൽ എല്ലാത്തിനും കാരണമായ ഒരു വിഷ്ണു ഇരിക്കുന്നതുകൊണ്ട് കാരണോദക സായി വിഷ്ണു, ശയനിച്ചിരിക്കുന്ന വിഷ്ണു. ഇവിടെ ഗർഭോദക സായി വിഷ്ണു. ഈ ഗർഭോദക സായി വിഷ്ണുവിടെ ഇങ്ങനെ കാണുന്നു. നാഭി എത്രയായിട്ട് കാണുന്നു? അത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ 14 എണ്ണം കാണും. അപ്പോൾ നടുക്ക് എന്താണ്? ഭൂലോകം. അപ്പോൾ ഭൂലോകം, ഭൂവർലോകം, ജനകലോകം, തപോലോകം, സത്യലോകം എന്ന് പറഞ്ഞ് മേലെ വരും. അതളം, വിതളം, സുതളം, മഹാതളം, തളാതളം, പാതാളം എന്ന് താഴെ വരും. 7 എണ്ണം വരും. അപ്പോൾ ഇതിൽ അത് ഭൂലോകം എന്ന് പറയാൻ പറ്റില്ല, ഭൂമണ്ഡലമാണ്. അവിടെയാണോ ഭൂമി എന്ന് ചോദിച്ചാൽ അവിടെയാണോ ഭൂമി ഇരിക്കുന്നത്? അല്ല, അത് ഭൂമണ്ഡലം. ഭൂമണ്ഡലം എന്ന് പറയുമ്പോൾ ആ ഭൂമണ്ഡലമാണ് അവിടെ കാണുന്നത്. രണ്ടാമത്തെ ഫസ്റ്റ് ഒരു റൗണ്ട് കാണുന്നില്ലേ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ അത് ഭൂമണ്ഡലമാണ്. ഭൂമണ്ഡലത്തിന് സെപ്പറേറ്റ് കാണും. അതുകൊണ്ടാണ് സൂര്യൻ നടുക്കും, ബാക്കി ഭൂമി, ചന്ദ്രൻ, പിന്നെ വ്യാഴൻ, മറ്റെല്ലാ 9 ഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും, ഈ 14 നടുക്ക് ഭൂമിയാണെങ്കിൽ ചന്ദ്രൻ എവിടെയായിരിക്കുന്നത്? മേലെയാ താഴെയാ എന്നൊക്കെ ചോദിക്കും. കാരണം ഇതൊരു ഭൂമണ്ഡലമാണ്. ഈ ഭൂമണ്ഡലത്തിനകത്ത് ഇതുപോലെ ഒരുപാട് ഗ്രഹങ്ങളുണ്ടാകും. നമ്മൾ പറയുന്ന ഈ 9 ഗ്രഹം പോലെ ഇനിയും 9 എന്ന് ഒത്തിരി കാണും. പക്ഷെ നമുക്ക് അറിയാവുന്നത് ഏത് മാത്രമാണ്? ഇതാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് അവിടെ കാണുന്നത്. ഈ ഭൂമണ്ഡലത്തിൽ ആ ഭൂമിയിലാണ് നമ്മളിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അതെങ്ങനെയാണ് കറങ്ങുന്നത്? ഓർബിറ്റിൽ കറങ്ങും. എങ്ങനെ? നടുക്ക് സൂര്യനാണെങ്കിൽ ആ സൂര്യൻ്റെ മാഗ്നറ്റിക് പവറിൽ തന്നെയാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് സ്പീഡായിട്ട് കറങ്ങിയാൽ എന്ത് സംഭവിക്കും? വേറൊരെണ്ണത്തിൽ പോയി ഇടിയും. കാരണം അതിൻ്റെ ബാക്കിൽ ഇനി ഒരെണ്ണം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ സ്പീഡ് വേറെ, ഇതിൻ്റെ സ്പീഡ് വേറെ. അപ്പോൾ ഒരു ഗ്രഹം സ്പീഡായിട്ട് ചുറ്റും, ഒരു ഗ്രഹം പതുക്കെ ചുറ്റും. ഇപ്പോൾ ചന്ദ്രൻ വന്നിട്ട് എങ്ങനെയാണ് ചുറ്റുന്നത്? സ്ലോ ആയിട്ട്. ഭൂമിയോ? ഭൂമി സ്പീഡായിട്ട് ചുറ്റും. ചന്ദ്രനെയും നമുക്ക് ഭൂമിയും കമ്പയർ ചെയ്യുമ്പോൾ ഭൂമി എന്താ ചെയ്യുന്നത്? സ്പീഡായിട്ട് ചുറ്റുന്നു, ചന്ദ്രൻ സ്ലോ ആയിട്ട് ചുറ്റുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മറ്റേ ചന്ദ്രായണം ഫസ്റ്റ് സെക്കൻഡാണ് റോവർ പോയി. ഫസ്റ്റ് അയച്ചിട്ട് റോവർ പോയിട്ട് അവിടെ പോയി ഒരു മെഷീൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴെ പോയിട്ട് ഇങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അത് വന്നിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മറിഞ്ഞ് വീണപ്പോൾ ഇവിടെ ഉള്ള VSSCയിലുള്ളവർ പറഞ്ഞു 14 ദിവസത്തിൽ നമുക്കത് തിരിക്കണം. ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക് റിമോട്ട് കൺട്രോളിൽ അത് തിരിക്കാൻ പറ്റിയില്ല. 14 ദിവസം കഴിഞ്ഞാൽ അത് ഡെഡാകും. എന്തുകൊണ്ടാണ് 14 ദിവസം പറഞ്ഞു? ഇല്ല, 14 ദിവസം ഒരു സൂര്യൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഭൂമി ഇങ്ങനെ ചുറ്റുമ്പോൾ, ഈ ഭൂമി ചുറ്റുന്നത്, സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് ഇരുട്ടും പകലും വരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? സൂര്യൻ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കണം, ഇങ്ങനെ മാറി പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇതിൽ അടിക്കുന്ന പ്രകാശം പകുതി ദിവസം ആകുമ്പോൾ അത് പകലാണ്.
തിരിഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രിയാണ്. ഇപ്പുറത്ത് കിട്ടില്ലല്ലോ, വെട്ടം കിട്ടില്ലല്ലോ ഭൂമിക്ക്. അപ്പോൾ ഇവിടെ രാത്രിയായിരിക്കും, ഇവിടെ പകലായിരിക്കും. ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ തിരിച്ച് ഇവിടെ പകലും അവിടെ രാത്രിയായിട്ട് മാറും. പക്ഷേ ഇത് ഇവിടെ ചന്ദ്രൻ സ്ലോ ആയിട്ട് ചുറ്റുന്നത് കൊണ്ട് ചന്ദ്രന് 14 ദിവസമാവും. എന്തിന്? രാത്രിയാകാൻ. പകല് മാറി രാത്രിയാകാൻ എത്ര ദിവസം എടുക്കും? 14 ദിവസം എടുക്കും. ഇവിടെ ഒരു ദിവസത്തിൽ ചുറ്റും. സ്പീഡ് കൂടുതലാണ് ഭൂമിക്ക്. അത് ചന്ദ്രന് സ്പീഡ് കുറവായതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ചുറ്റുന്നതുകൊണ്ട് അത്രയും ടൈം എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഈ പ്രകാശം, സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് ഡേ ടൈം കൂടുതലാണ്. ഇനി രാത്രി വന്നു കഴിഞ്ഞാൽ ചന്ദ്രനിൽ തണുപ്പ് കൂടും. തണുപ്പ് ഭയങ്കര തണുപ്പാകുമ്പോൾ ഫ്രീസാകും. അപ്പോൾ മെഷീൻ ഫ്രീസാകും. അപ്പോൾ പിന്നെ അത് ഡെഡാകും. അപ്പോൾ ഈ 14 ഡേയ്സിനകത്ത് എന്ത് ചെയ്യണം? തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെ എങ്ങനെയെങ്കിലും റിമോട്ട് കൺട്രോൾ തിരിക്കണം. അത് ഫെയിലിയറായി അല്ലേ ഫസ്റ്റ് വിട്ടപ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമാണ് ഇത് ഈ പറയുന്ന ശാസ്ത്രവും ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് അവർ ഇതെല്ലാം കണ്ടുപിടിച്ചത്. പക്ഷേ ഏതോ കാലത്ത് തന്നെ വ്യാസദേവൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ വളരെ ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ സൃഷ്ടി, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ ഭൗതിക ലോകം നോക്കുകയാണ്. അതായത് ഈ ഭൗതിക ലോകം ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുകയെങ്കിൽ ഇതിന് മേലെ 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 ഉപരിലോകങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉപരിലോകം ഏതാണ്? കൃഷ്ണലോകമാണെന്ന് പറഞ്ഞു. കൃഷ്ണൻ്റെ നെക്സ്റ്റ് എക്സ്പാൻഷൻ ഏതാണ്? അടുത്ത വിസ്തരണം ഏതാണ്? ബലരാമനാണ്. അപ്പോൾ കൃഷ്ണനാണ് ആദ്യം. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാം കൃഷ്ണൻ്റെ ഇമ്മീഡിയറ്റ് എക്സ്പാൻഷൻ ഏതാണെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത് ആരാണ്? ബലരാമനാണെന്ന് പറയുന്നത്. ബലരാമൻ്റെ എക്സ്പാൻഷൻ ഏതാണ്? സംഘർഷണൻ ചതുർവ്യൂഹം. സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവ അല്ലേ. ഇവരാണ് 4 എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ആരെയാണ് ഭാഗവത്തിനകത്ത് പറയുന്നത്? ഭഗവാനെയാണ് മുന്നിൽ പറയുന്നത്. മറ്റ് അവതാരങ്ങളെല്ലാം അതിന് ബാക്കിലാണ്. സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ. അത് കഴിഞ്ഞിട്ട് നാരായണ, അടുത്തത് ഒരു നാരായണന് എക്സ്പാൻഷൻ ഉണ്ട്. ഈ നാരായണൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഒരിക്കൽ കൂടെ ഈ 4 എക്സ്പാൻഷൻ, ഈ ചതുർവ്യൂഹം ഒരിക്കൽ കൂടെ വരും. അവിടെ എന്താണ് വരുന്നത്? സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ എന്ന് പറയുന്ന ഒരു സെറ്റ് കൂടെ അവരുണ്ടാകും. ഇതിന് ശേഷമാണ് മറ്റ് ഈ 3 വിഷ്ണുക്കൾ. ഏതൊക്കെയാണ്? ഗർഭോദക സായി വിഷ്ണു, കാരണോദക സായി വിഷ്ണു, ക്ഷീരോദക സായി വിഷ്ണു. അപ്പോൾ വിഷ്ണു ആണോ വലുത്? കൃഷ്ണനാണോ വലുത്? വിഷ്ണു എത്ര താഴെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വിഷ്ണു ഏറ്റവും താഴെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി മന്ത്രത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ, മന്ത്രം വെച്ചിട്ടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണനാമം തന്നെ ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശ്രീരാമ രാമ രമേതി രമേ രാമ മനോരമ സഹസ്രനാമ തത്തുല്യേന രാമനാമ വരാനന്ദ. അപ്പോൾ സഹസ്രനാമ തത്തുല്യേന രാമനാമ വരേന. അപ്പോൾ രാമനാമം ഏതിന് തുല്യമാണ്? സഹസ്രനാമം 1000 വിഷ്ണുനാമം പറയുന്നതിന് തുല്യമാണ് രാമനാമം. അപ്പോൾ രാമനാമമാണ് ശ്രേഷ്ഠം, ഇതാണ് ശ്രേഷ്ഠം. അവിടെയും നമുക്ക് മനസ്സിലാക്കാം നാമത്തിലിരുന്ന് വിഷ്ണുനാമം തന്നെയാണ് ശ്രേഷ്ഠമായത് എന്ന് മനസ്സിലാക്കാം. രാമനാമമാണ് ശ്രേഷ്ഠം അല്ലേ. സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം പറയുമ്പോൾ ഈ വിഷ്ണു അത് ആര് പറഞ്ഞു കൊടുക്കുന്നു? ശിവൻ ദേവിക്ക്, രമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് മനസ്സിലാക്കാം രാമനാമമാണ് ശ്രേഷ്ഠം. ഇനി അപ്പോൾ വിഷ്ണുവിനും ശിവനും എന്ത് വ്യത്യാസം? അച്ഛൻ കോർട്ടിൽ ജഡ്ജായിട്ട്, മജിസ്ട്രേറ്റായിട്ട് പോയിരിക്കുന്നതും വീട്ടിലിരിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്. അച്ഛൻ വീട്ടിലിരുന്ന അച്ഛനെ കമഴ്ത്തി ഇരുത്തിയിട്ട് കുട്ടി മേലെ കയറി ആന ഓട്ടിക്കും. ഓടുന്ന് പറഞ്ഞാൽ അച്ഛൻ ഓടുകയും ചെയ്യും അല്ലേ. പക്ഷെ കോർട്ടിൽ പോകുമ്പോൾ എല്ലാവരും അച്ഛൻ്റെ ഫ്രണ്ടിൽ എണീറ്റ് നിൽക്കും. അദ്ദേഹം വന്ന ഉടനെ എല്ലാവരും സല്യൂട്ട് വയ്ക്കും, എണീറ്റ് നിൽക്കുകയും എല്ലാം ചെയ്യും. അപ്പോൾ ഒരേ വ്യക്തി തന്നെയാണ്. അവിടെ പോയപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്ത്, കുട്ടി അവിടെ പോയിരുന്നാലും അവിടെ പോയി കളിക്കില്ല അല്ലേ. കോടതിയിൽ പോയിട്ട് അച്ഛനെ നമ്മൾ കിടക്കും, ഞാൻ കയറട്ടെ എന്ന് പറയില്ല കുട്ടി. അവിടെ പോയ ഉടനെ കുട്ടി പതുക്കെ മര്യാദയ്ക്ക് ഇരുന്നോളും, അല്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് ആ ഒരു പൊസിഷനാണ് ആരുടെ? വിഷ്ണുവിടെ. പക്ഷെ വീട്ടിൽ വരുമ്പോൾ കുട്ടി എത്ര പറഞ്ഞാലും കേൾക്കില്ല. അച്ഛൻ കിടക്ക്, ഞാൻ കയറിയിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇതാണ്. അപ്പോൾ വൃന്ദാവനത്തിൽ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഗോപന്മാരെല്ലാം കളിക്കുകയാണ്. അവിടെ ഒരു റെസ്പെക്റ്റും ഇല്ല കൃഷ്ണന്. കൃഷ്ണൻ ഇങ്ങനെ തല തിരിഞ്ഞാൽ തലയിലടിച്ചിട്ട് പോകും. വാ കഴിച്ചിട്ട് എന്താണ് സ്വീറ്റ് കൊടുക്കുന്നതിന് പകരം മണ്ണ് വാരിയിടും, അല്ലെങ്കിൽ പൂ എടുത്തിടും കൃഷ്ണന്. തോറ്റ് കഴിഞ്ഞാൽ കൃഷ്ണൻ തോളി ചുമന്നുകൊണ്ട് പോകും. കൃഷ്ണൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കും. എന്തിനാണ്? ഈ ഭക്തന്മാരെ തോളി ചുമക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ തോറ്റു കൊടുക്കും. കൃഷ്ണനെ തോൽപ്പിക്കാൻ പറ്റുമോ?
ഒരിക്കലും പറ്റില്ല. പക്ഷെ കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എത്രയോ യുഗങ്ങൾ തപസ് ചെയ്തിട്ടാണ് ഈ ഗോപിമാരും ഗോപന്മാരെല്ലാം കൃഷ്ണനെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ സന്തോഷം കൊണ്ട് ഇപ്പം എന്താണ്, ഇവരെങ്ങനെങ്കിലും തലയിൽ കൊണ്ട് നടക്കണം. പാണ്ഡുരംഗൻ എന്താ ചെയ്യുന്നത്? പാണ്ഡുരംഗൻ്റെ വിഗ്രഹം കണ്ടിട്ടില്ലേ? പാണ്ഡുരംഗൻ ഒരു തോളിൽ ഒരു ഭക്തൻ, ഈ തോളിൽ ഒരു ഭക്തൻ, എടുത്ത് തലയിൽ ഒരെണ്ണ രണ്ട് കയ്യിലും പിടിച്ചിട്ട് വിട്ടല എന്ന് പാണ്ഡുരംഗനും പാടും, ഭക്തന്മാരും പാടും. ഇതാണ് പാണ്ഡുരംഗൻ്റെ. പാണ്ഡുരംഗനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കെട്ടിച്ചേർത്ത് പിടിക്കാം. വേറെ ലോകത്ത് എവിടെയും കെട്ടിച്ചേർത്ത് പിടിക്കാൻ പറ്റില്ല വിഗ്രഹം. ജഗന്നാഥിനെ വർഷത്തിൽ ഒരിക്കൽ പിടിക്കാം, പക്ഷെ പാണ്ഡുരംഗനെ എപ്പോഴും പിടിക്കാം. പോയിട്ട് ആ അമ്പലത്തിനകത്ത് ഭഗവാന് ഏറ്റവും കൂടുതൽ ഭക്തന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ കൃഷ്ണന് അത്രയും ഇതുണ്ട്, ക്വാളിറ്റി. ഇനി കൃഷ്ണന് ഭക്തിരസാമൃത സിന്ധുവിൽ രൂപഗോസ്വാമി പറയുന്നു, അതായത് ഒന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കൃഷ്ണനാണ് പരമപുരുഷൻ. ഇനി ശാസ്ത്രം പഠിച്ച ഭക്തന്മാർ പറയുന്ന ശാസ്ത്രവും നമുക്ക്, ഭക്തന്മാർ പറഞ്ഞാൽ അത് ശാസ്ത്രം തന്നെയാണ്. അർജുനൻ പറഞ്ഞാൽ അത് കറക്റ്റാണ്. കാരണം എന്തുകൊണ്ട്? അർജുനൻ ആരെയാ ഫോളോ ചെയ്തത്? അസിത, ദേവല, വ്യാസ, നാരദ ഇവരെല്ലാം ഫോളോ ചെയ്തു. അതുകൊണ്ട് അർജുനൻ എന്ത് പറയുന്നത് അത് നമുക്ക് കണ്ണടച്ചെടുക്കാം. അർജുനൻ വേറെ ഒന്നും പറയില്ല, മാറ്റി പറയില്ല, അല്ലേ? അതുപോലെ ഇവിടെ രൂപഗോസ്വാമി പറയുകയാണ് ഭക്തിരസാമൃത സിന്ധുവിൽ എന്താണ്, 50 ക്വാളിറ്റിയാണ് ജീവാത്മാക്കൾക്ക്. അതായത് ഓരോരുത്തർക്ക് ക്വാളിറ്റീസ് ഉണ്ട്. നമുക്കൊക്കെ എത്ര കാണുമെന്ന് അറിയില്ല, 1 കാണുമോ 2 കാണുമോ പകുതി കാണുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഹ്യൂമൻ ബീങ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന് 50 ക്വാളിറ്റി ഉണ്ട്. ബ്രഹ്മാവാണ് ഫസ്റ്റ് ഹ്യൂമൻ ബീങ്സ്. ആ ഹ്യൂമൻ ബീങ്ങിന് എത്ര ഉണ്ടാവും? 50 ക്വാളിറ്റി ഉണ്ടാകും. അതിന് താഴെ യോഗിമാർ, ബ്രഹ്മാവിൻ്റെ ലോകത്ത് പോകുന്ന യോഗിമാർക്കെല്ലാം അതിന് താഴെ ഉണ്ടാകും. 49 ഉണ്ടാകും, 48 ഉണ്ടാകും, അതിന് കുറവായിട്ടൊക്കെ ഉണ്ടാകും. ബ്രഹ്മാവിന് എത്ര ഉണ്ടാകും? 50 ഉണ്ടാകും. അപ്പോൾ ശിവൻ എത്ര ഉണ്ടാകും എന്ന് ചോദിച്ചാൽ 50 മുതൽ 55 വരെ ഉള്ള ക്വാളിറ്റി ആർക്കുണ്ടാകാം? ശിവനും ഇവർക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ വിഷ്ണുവിന് എത്ര ക്വാളിറ്റി ഉണ്ട് എന്ന് ചോദിച്ചാൽ 60 ഗുണങ്ങളുണ്ട്. വിഷ്ണുവിന് 60 ഗുണം. അപ്പോൾ കൃഷ്ണൻ എത്രയുണ്ട്? 64 ഗുണങ്ങളുണ്ട്. അപ്പോൾ 4 ഗുണങ്ങളെ അത് ആർക്കില്ല? വിഷ്ണുവില്ല. അതുകൊണ്ടാണ് കൃഷ്ണനാണോ വിഷ്ണുവാണോ കൂടുതൽ ക്വാളിറ്റി? അപ്പോൾ കൃഷ്ണനാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രം പറയുന്നത് പോലെ നമ്മൾ ശാസ്ത്രം വെച്ചിട്ട് തന്നെ നോക്കാം, നമ്മൾ ആരെ തന്നെ ആരാധിക്കണം. എന്താണ് 4 ക്വാളിറ്റി? എനിക്ക് പറഞ്ഞത് എന്താണ്? ലീലാമാധുരി, വേണുമാധുരി, പ്രേമമാധുരി, രൂപമാധുരി. ലീലാമാധുരി എന്ന് പറഞ്ഞാൽ ലീല, നിറയെ ലീല, കൃഷ്ണൻ ലീല ചെയ്തിട്ടുണ്ട്. വിഷ്ണു എത്ര ലീലയാണ് ചെയ്തിരിക്കുന്നത്? വിഷ്ണു ലീല ചെയ്തിരുന്നാൽ ആ ഒരു രസമല്ല, അങ്ങനത്തെ ലീലയല്ല ചെയ്തിരിക്കുന്നത് വിഷ്ണു, അല്ലേ? വസ്ത്രം മോഷ്ടിച്ചിട്ട് പോയോ? വെണ്ണ മോഷ്ടിക്കാൻ പോയോ? വിഷ്ണു 4 കൈയും വെച്ചിട്ട് വെണ്ണ മോഷ്ടിച്ച് എങ്ങനെ ഉണ്ടാകും ആലോചിച്ചു, അല്ലേ? വിഷ്ണു അങ്ങനെയല്ല ചെയ്യുന്നത്. കൃഷ്ണൻ ചെയ്തതുപോലെ ലീല ആര് ചെയ്തിട്ടില്ല? വിഷ്ണു ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും, നമുക്ക് കൃഷ്ണ കഥ വായിക്കാൻ ഇഷ്ടമാണ്, അല്ലേ? കൃഷ്ണലീല വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എന്തുകൊണ്ട്? അത് 2 കൈയിൽ ചെറിയ കുട്ടി ചെയ്യുന്ന പോലെ എല്ലാ ലീലയും. അതുകൊണ്ട് ഏത് ലീലാമാധുരി എന്ന് പറയാം. ഇനി പ്രേമമാധുരി, കൃഷ്ണൻ എന്താ ചെയ്തത്? പ്രേമിച്ചു നടന്നു, ഭക്തന്മാരെല്ലാം പ്രേമിക്കുന്നു, അല്ലേ? അത് ആണില്ല പെണ്ണില്ല, ആരൊക്കെ കൃഷ്ണനെ പ്രേമിച്ച് അവർക്ക് വേണ്ടി കൃഷ്ണൻ ജീവനും കൊടുക്കും. യുദ്ധത്തിൽ എന്ത് ചെയ്തു കൃഷ്ണൻ? അർജുനൻ ചാകാതിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണൻ യുദ്ധത്തിൽ പങ്കെടുത്തു. എന്ത് ചെയ്തു? അവിടെ ഭീഷ്മരെ കൊല്ലാനായിട്ട് രഥത്തിയിരിക്കുന്ന വീലെടുത്തു. ഭീഷ്മരും ഭക്തനാണ്. അപ്പോൾ ഭീഷ്മർ ഭക്തനാണ്, അർജുനനും ഭക്തനാണ്. അപ്പോൾ 2 പേരെയും രക്ഷിക്കണം. ഭീഷ്മർ പറഞ്ഞിരിക്കുകയാണ്, നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അർജുനനെ കൊന്നിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. അപ്പോൾ ഭീഷ്മർ പറഞ്ഞ് ചെയ്യണോ വേണ്ടയോ? ചെയ്യണം. അർജുനനെ രക്ഷിക്കണോ വേണ്ടയോ? അർജുനൻ വേറെ ഒരു ഗതിയില്ല, കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് ബാക്കിൽ നടക്കുകയാണ്. ഗതി കെട്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കണോ വേണ്ടയോ? അപ്പോൾ 2 പേരെയും രക്ഷിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമ്പ് വിട്ടു. അർജുനനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൃഷ്ണൻ അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടി രഥത്തിൽ നിന്ന് ഇറങ്ങി. പക്ഷെ കൃഷ്ണൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന്. അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രഥം ഓട്ടിക്കുന്ന വ്യക്തി രഥത്തിൽ തന്നെ ഇരിക്കണം. രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ആയുധമെടുത്തു. ആയുധമാണോ എന്ന് ചോദിച്ചാൽ ആയുധമല്ല, പക്ഷെ കൊല്ലാൻ വേണ്ടി എടുത്തതുകൊണ്ട് അത് എന്താണ്? ആയുധമാണ്. അതുകൊണ്ട് ഭീഷ്മരെ കൊല്ലാൻ പോയി. ഇപ്പോൾ ഭീഷ്മരിൻ്റെ വാക്ക് രക്ഷിച്ചോ? ഭീഷ്മരിൻ്റെ പ്രോമിസിനെ കീപ്പ് ചെയ്തു. അർജുനനെ രക്ഷിച്ചോ? അഥവാ കൃഷ്ണൻ ഇങ്ങനെ ചാടി ഇറങ്ങി വീലെടുത്തില്ലെങ്കിൽ ഭീഷ്മർ അർജുനനെ കൊന്നേല. അപ്പോൾ 2 പേരെയും രക്ഷിച്ചു. ആരാണ്? ഭഗവാൻ. അങ്ങനെ ലീല കാണിക്കുന്നത് ആരാണ്? ഭഗവാൻ. ലീലാമാധുരി എന്ന് പറയാം. ഇനി വേണുമാധുരി.
ഓടക്കുഴൽ. പ്രപഞ്ചം മുഴുവനെയും ആര് നിയന്ത്രിക്കും? കൃഷ്ണൻ. സൃഷ്ടി നടത്തിയത് ഓടക്കുഴലിൽ കൂടെയാണ്. ഈ ശബ്ദസ്വരങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഏതിൽ നിന്നാണ്? ഓടക്കുഴലിൽ നിന്നാണ്. കംപ്ലീറ്റ് പശുക്കളെയും 1,00,000 പശുക്കളെയും കൃഷ്ണൻ ഓടക്കുഴൽ കൊണ്ട് വിളിക്കും. ആ ഓടക്കുഴൽ കേട്ടാൽ എവിടെ പോയിരിക്കുന്ന പശുക്കളും അങ്ങനെ ഓടി തിരിച്ചു വരും. അങ്ങനെ മുഴുവൻ പ്രപഞ്ചത്തിനെയും എന്തുകൊണ്ടാണ് നിയന്ത്രിച്ചത്? കൃഷ്ണൻ ഓടക്കുഴൽ. അതുകൊണ്ടാണ് എന്താണ് വേണുമാധുരി എന്ന് പറയുന്നത്. ഇനി രൂപമാധുരി. കൃഷ്ണനെ പോലെ സ്റ്റൈലായിട്ട് ഇനി ആരില്ല. ഇത്രയും സ്റ്റൈലായിട്ട് ആരായിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ നമ്മുടെ മൂൺ വാക്കിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ 2 കാലൊക്കെ തിരിച്ചു വെച്ചിട്ടൊക്കെ നിന്ന് ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് പറയുന്നു? നമ്മൾ രൂപമാധുരി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ ഈ 4 ഗുണം ആർക്കാ കൂടുതലുണ്ടായിരുന്നു? കൃഷ്ണൻ. ഇനി ഒരിക്കൽ വിഷ്ണു വൈകുണ്ഠലോകത്തിലിരിക്കുമ്പോൾ കൃഷ്ണൻ ഇങ്ങനെ അവതരിക്കുകയാണ്. വിഷ്ണുവിന് പോലും പലപ്പോഴും കൃഷ്ണനെ കാണാൻ കിട്ടില്ല. കൃഷ്ണലീല നടക്കുമ്പോൾ ആ ലീല കാണാൻ വിഷ്ണുവും പലപ്പോഴും ഭൂമിയിൽ വരും. എവിടെ? വൃന്ദാവനത്തിൽ വന്നിട്ട് കൃഷ്ണലീല കാണാം. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി തീർത്താലേ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ ഓഫീസിൽ നിന്ന്. അതുവരെ അവിടെ തന്നെ ഇരിക്കണം, വൈകുണ്ഠ ലോകത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായി, കൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സ്ത്രീ പ്രസവിച്ച് ഗർഭിണിയായിട്ട് സന്താനഗോപാല കഥ. ആ സ്ത്രീ ഗർഭിണിയായിട്ട് കുട്ടി പ്രസവിച്ചപ്പോൾ ആ കുട്ടി എടുത്തുകൊണ്ട് പോയി. ആരെടുത്തുകൊണ്ട് പോയത്? വിഷ്ണു എടുത്തുകൊണ്ട് പോകും. എന്തിനാണ് എടുത്തുകൊണ്ട് പോയത്? ഇങ്ങനെ അവർക്ക് ജനിക്കുന്ന 6 കുട്ടിയെ എടുത്തുകൊണ്ട് വെച്ചിരിക്കും. എന്തിനാണ്? ഇതിനന്വേഷിച്ച് ആര് വരും? കൃഷ്ണൻ വരും. അങ്ങനെ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് വിഷ്ണു ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വിഷ്ണു ആണോ വലുത്? കൃഷ്ണനാണോ വലുത്? ഒരാളെ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്നെക്കാളും സുപ്രീമായിട്ടുള്ള ഒരാളെ എനിക്ക് കാണണം. അദ്ദേഹത്തിന് ഒരു നോക്ക് കാണണം. ഒരുപാട് കാലമായി, ഓരോ കൽപ്പത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് കൃഷ്ണൻ വന്നിട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തിന് ഓരോന്നായിട്ട് എടുത്തെടുത്തിട്ട് പോകും. അവസാനം അർജുനനും പ്രോമിസ് ചെയ്യും, അടുത്ത പ്രാവശ്യം ഞാൻ രക്ഷിക്കുമെന്ന് പറയും. അഥവാ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ തീ കൂട്ടിച്ചാകുമെന്ന് പറയും. അപ്പോൾ പക്ഷേ കൃഷ്ണനെ വിളിച്ചില്ല. നമ്മളെ പോലത്തെ ആളാണ്. വിളിക്കാതെ മിണ്ടാതിരുന്നു. ഫൈനലി രക്ഷിക്കാൻ പറ്റിയില്ല. ഫൈനൽ കുട്ടിയും ജനിച്ചു. അതും ഇതുപോലെ കാണാതായിപ്പോയി. അർജുനൻ ഭയങ്കര എന്താ പറയുക, ഗാന്ധീപം വെച്ച് നന്നായിട്ടൊരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിച്ചു വെച്ചു. പക്ഷെ കാണാതെ പോയി. അപ്പോൾ ഈ ബ്രാഹ്മണൻ വന്ന് ചീത്ത പറയും, നീയൊക്കെ എന്ത് രാജാവാണ്, എന്താണ് പ്രോമിസ് ചെയ്യുന്നത്? രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ രക്ഷിക്കണം, അല്ലെങ്കിൽ പോയി ചാകുമെന്ന് പറയും. അപ്പോൾ അർജുനൻ നേരെ പറഞ്ഞതുപോലെ ഉമി കൂട്ടിയിട്ട് അതിനകത്ത് തീ വെച്ച് അതിനകത്ത് ചാടിച്ചാകാനായിട്ട് പോകും. പോകുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, കൃഷ്ണ നീ പോലും എന്നെ രക്ഷിച്ചില്ലല്ലോ, എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് കൃഷ്ണൻ വന്നപ്പോൾ പറയും, നീ എന്തിനാ വന്നെന്ന് പറയും. നീ ഇപ്പോൾ അല്ലേ വിളിച്ചു എന്ന് പറയും. ഇത്രയും നേരം വിളിച്ചില്ല. പ്രശ്നം അങ്ങനെ ഫൈനൽ കഴുത്തങ്ങ് ഫുള്ള് നിൽക്കുമ്പോഴാണ് ആരെ വിളിക്കുന്നത്? കൃഷ്ണനെ വിളിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ ആ കുട്ടിയെ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഓരോ സ്ഥലത്തും വെറുതെ കറങ്ങി അർജുനനെ കൊണ്ട് കറങ്ങിയിട്ട് ഫൈനലി അവിടെ കൊണ്ടുപോയി ആ വൈകുണ്ഠ ലോകത്ത് പോയി. കാരണം അവിടെയാണ് ഇരിക്കുന്ന കുട്ടി. അവിടെ പോയതും വിഷ്ണു കൃഷ്ണനെ കണ്ടിട്ട് ഇങ്ങനെ കിടക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് ചാടി എണീക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, വേണ്ട എണീക്കണ്ടെന്ന് കണ്ണു കാണിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഫുള്ളി കിടക്കുന്ന വ്യക്തി ഇങ്ങനെ പകുതി വരെ എണീറ്റപ്പോൾ കൃഷ്ണൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും പകുതിയിൽ. അപ്പോൾ തൃപ്പുണിത്തുറയിൽ പൂർണ്ണത്രേഷൻ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ ലെവലായിട്ട് ഇരിക്കുന്നില്ല, ഫുള്ളി കിടക്കുന്ന അനന്തനായിട്ട് കിടക്കുന്നുമില്ല. ഇതിങ്ങനെ പകുതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോഴ്സ് അവിടെ പോയാൽ കാണാം. പൂർണ്ണത്രേഷനെ കണ്ടാൽ അങ്ങനെയാണ് ഇരിക്കുന്നത് എറണാകുളത്ത്. അപ്പോൾ ആ ഒരു ഇത്, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പരമപുരുഷനായ കൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ, വിഷ്ണുവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശാസ്ത്രത്തിൽ പക്ഷേ ഈ വേദം മാത്രം വെച്ചുകൊണ്ടാണ് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. വൃന്ദാവനത്തിൽ എവിടെ പോയാലും വിഷ്ണു രൂപം കാണാൻ പറ്റില്ല. എന്താ കാണാത്തത്? വൃന്ദാവനവാസികൾക്ക് ആരെ വേണ്ട? വിഷ്ണുവിനെ വേണ്ട. ആരെ മതി? രാധാറാണിയുടെ ഫ്രണ്ടിൽ വിഷ്ണു വന്ന് നിന്നപ്പോൾ കൃഷ്ണനെ കാണാൻ ഓടിപ്പോവും കൃഷ്ണ. അപ്പോൾ വിഷ്ണു വന്നിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് വിഷ്ണു വന്നിട്ട് ചതുർഭുജത്തിൽ നിൽക്കും. രാധാറാണിയുമായിട്ട് ഒരു പൂ എടുത്തിട്ട് അങ്ങ് ഓടിപ്പോയി. അതിനെ നിന്ന് ആരാധിക്കുകയോ പൂജിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ അപ്പുറത്ത് പോയപ്പോൾ കൃഷ്ണനെ കണ്ടിട്ട് അങ്ങ് എന്താ പറയുക, ഭയങ്കര സ്നേഹത്തോടി പോയി ആ കൊണ്ടുവന്നിരിക്കുന്ന പലഹാരമൊക്കെ കൊടുക്കും. പക്ഷെ വിഷ്ണുവിന് എന്ത് ചെയ്തു? ഒരു പൂ ഇട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ അവർക്ക് ആർക്കും ആരെ വേണ്ട? വിഷ്ണുമൂർത്തി വേണ്ട. അവർക്ക് കൃഷ്ണനെ മതി. കാരണം ആ രസമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അതിൽ നോക്കുമ്പോൾ ഈ 5 തരത്തിൽ രസവും ആരുടെ അടുത്താണുള്ളത്? കൃഷ്ണൻ്റെ അടുത്താണുള്ളത്. ഇപ്പോൾ ഒരു സഖ്യരസം, ഫ്രണ്ടായിട്ട് നമുക്ക് കൃഷ്ണനെ കാണണമെങ്കിൽ കാണാം. ആര് കണ്ടു? അർജുനൻ കണ്ടു. കൃഷ്ണനെ ഫ്രണ്ടായിട്ട് കണ്ടു. അതുകൊണ്ട് അർജുനൻ എന്തൊക്കെ പ്രയാസം വന്നു ആരെടുത്ത് ചെന്ന് പറഞ്ഞു? കൃഷ്ണൻ്റെ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഉത്തരം ഭഗവത്ഗീതയിൽ പറയും പോലെ ഓരോന്നിനും ഉത്തരം പറയും. അപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് കൃഷ്ണനെ ഫ്രണ്ടായിട്ട് കാണണമെങ്കിൽ അങ്ങനെയും നമുക്ക് ആരെ ആരാധിക്കാം? കൃഷ്ണനെ ആരാധിക്കാം. മറ്റ് വിഷ്ണുവിൻ്റെ അടുത്ത് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമോ? കൃഷ്ണ തോളിൽ കൈയിട്ടാൽ 4 കൈയിടുന്നു. അപ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ല, അത് കാണുമ്പോൾ തന്നെ ഒരു പേടിയായിരിക്കും. 4 കൈയും കൊണ്ടുവന്ന് എങ്ങനെ ഞാൻ ഫ്രണ്ടാക്കും? ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്, അല്ലേ? പക്ഷെ കൃഷ്ണനെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അത് വിചാരിച്ചാൽ തന്നെ കൊണ്ടുപോകാം എന്ന് നമുക്ക് തോന്നലുണ്ടാകും. അതാണ് ആ സഖ്യരസം എന്ന് പറയുന്നത്. ഇനി ദാസ്യരസം, ദാസനായിട്ട് കൃഷ്ണൻ്റെ അടുത്ത് നമുക്ക് അങ്ങനെയും നമുക്ക് ഭക്തി ചെയ്യാം. അത് വിഷ്ണുവിൻ്റെ അടുത്ത് മാത്രമല്ല ദാസ്യഭാവം ആരുടെ അടുത്തും കാണിക്കാം. നമുക്ക് കൃഷ്ണൻ്റെ അടുത്തും ദാസ്യഭാവം കാണിക്കാം. മാധുര്യഭാവം ആരുടെ അടുത്ത് കാണിക്കാം? അല്ലെങ്കിൽ എന്താണ്? വാത്സല്യരസം ഒരു അച്ഛനും മകനും പോലെ, അമ്മയും മകനും പോലെ, യശോദാമ്മയും കൃഷ്ണനും പോലെ. ആ രസം ആരുടെ അടുത്ത് കാണിക്കാം? നമുക്ക് കൃഷ്ണൻ്റെ അടുത്ത് കാണിക്കാം. പക്ഷെ വിഷ്ണുവിനെ കാണിക്കാൻ പറ്റുമോ? വിഷ്ണുവിനെ മകനായിട്ട് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു ചെറിയ 4 കൈയുള്ള കുഞ്ഞിനെ എടുത്തിട്ട് അതെങ്ങനെ? അത് പറ്റില്ല. നമുക്ക് 2 കൈയുള്ള ഒരു കുട്ടി, നമ്മളെപ്പോലെ ഒരു കുട്ടിയെ കാണുമ്പോൾ അത് നമുക്ക് ആ രസം നമുക്ക് വളർത്താൻ പറ്റും. പക്ഷെ കൃഷ്ണൻ്റെ അടുത്ത്, മറ്റു വിഷ്ണുവിൻ്റെ അടുത്ത് ആ രസം നമുക്ക് ഒരിക്കലും വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാധുര്യം, പ്രേമിക്കണം. ഗോപികൾ എങ്ങനെയാണോ കൃഷ്ണനെ പ്രേമിച്ചത്, ഒരു കണ്ടീഷനും ഇല്ലാതെ, രാത്രി പകൽ ഒന്നുമില്ല, ഏത് പാതിരാത്രിക്ക് ഇറങ്ങിപ്പോവും. ആരെ കാണാനായിട്ട്? ഒരു കണ്ടീഷനും ഇല്ല. പക്ഷെ അത് വിഷ്ണുവിൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുമോ? പ്രേമിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ഇങ്ങനത്തെ രസങ്ങളെല്ലാം ആർക്കാണുള്ളത്? കൃഷ്ണനാണുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണൻ വിഷ്ണുവിനേക്കാളും ടോപ്പായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാം, പരമപുരുഷനായിട്ട് ആരെ ആരാധിക്കേണ്ടത്? കൃഷ്ണനെ തന്നെ ആരാധിക്കണം, അല്ലേ? അല്ലാതെ വിഷ്ണുവിനെ ആരാധിക്കണോ? ഇനി വിഷ്ണുവിനും കൃഷ്ണനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല, അല്ലേ? വ്യത്യാസമില്ല. പക്ഷെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഓഫീസിലിരിക്കുന്ന ഒരാളും വീട്ടിലിരിക്കുന്ന ആളും സെയിം ആളാണ്. ഓഫീസിലിരിക്കുമ്പോൾ വേറെ മാതിരി ബിഹേവ് ചെയ്യും, വീട്ടിൽ വരുമ്പോൾ വേറെ ആളായിട്ട് മാറും. അതുപോലെയാണ്, രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഞാൻ വിഷ്ണുവിനെ ആരാധിക്കില്ല, ഇനി എനിക്ക് ആര് മതി? അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇനി എനിക്ക് വിഷ്ണുവിടെ ആവശ്യമില്ല, എനിക്ക് കൃഷ്ണനുണ്ട്, അങ്ങനെയല്ല. അപ്പോൾ ഈവൻ ഒരു ദേവനോ ദേവിയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരോ ആരെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. കാരണം നിന്ദിച്ചാൽ എന്താവും? അവരെല്ലാം കൃഷ്ണൻ്റെ ഭക്തന്മാരാണ്, കൃഷ്ണന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവരെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല എന്നതാണ്. സോ ഈ ഫിലോസഫി, ഈ തത്വം ഇതിൽ പറയുന്നത് പോലെ കൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് ചോദിക്കുമ്പോൾ, ഇനി ഭഗവാൻ എന്താ പറയുന്നത് ഭഗവത്ഗീതയ്ക്കകത്ത്? ഇതെല്ലാം ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടി. ഭഗവാൻ എന്താ പറഞ്ഞത് ഭഗവത്ഗീതയിൽ? ഞാനാണെന്ന് എന്ത് പറഞ്ഞു ഭഗവത്ഗീതയിൽ? മന്മനാഭവ മദ്ഭക്ത മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദ തരിഷ്യസി, അല്ലേ? പിന്നെ സർവധർമാൻ പരിത്യജ, പിന്നെ അഹം സർവസ്യ പ്രഭവോ, അല്ലേ? ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ ഞാനാണ്, എന്നെയാണ് ആരാധിക്കേണ്ടത്, ഞാനാണ് എല്ലാം, സതതം കീർത്തയന്തോ മാം, എപ്പോഴും എന്നെ തന്നെ ഭജിക്കൂ എന്നെല്ലാം കൃഷ്ണൻ സ്വയമേ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശാസ്ത്രമെല്ലാം പഠിച്ച വ്യക്തി ശങ്കരാചാര്യർ എന്ത് പറഞ്ഞു? ഭഗവത്ഗീത വായിച്ചാൽ മതി എന്ന് പറഞ്ഞു, അല്ലേ? എല്ലാ ശാസ്ത്രം വായിക്കുമ്പോൾ വിഷ്ണുവാണോ കൃഷ്ണനാണോ സംശയം ഉണ്ടാകും. പക്ഷെ ഭഗവത്ഗീത മാത്രം വായിക്കുന്ന ഒരു വ്യക്തിക്ക് സംശയം ഉണ്ടാകണോ? എന്തുകൊണ്ട്? കൃഷ്ണൻ നേരിട്ട് പറയാണ്, എന്നെ ആരാധിക്കുക, എന്നെ നമസ്കരിക്കുക, എന്നെ ശരണം പ്രാപിക്കുക എന്ന് പറയാണ്. അപ്പോൾ സംശയം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ വേദം പഠിച്ച വ്യക്തികളായ ശങ്കരാചാര്യ, അപ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ പറയാം ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ആ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യും, അല്ലേ? കലിയുഗത്തിൽ. ഇനി ഭഗവത്ഗീതയിൽ നാരദമുനി പറയുന്നുണ്ട്, അവർക്കറിയാത്ത വേദമാണ്. വ്യാസദേവനാണ് വേദം കംപ്ലീറ്റ് സൃഷ്ടിച്ചത്, വ്യാസദേവൻ പറയുന്നുണ്ട്, ശുഗമുനി പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ പറയാം, അവരെല്ലാം പറയുന്നത് കൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ വേദം വായിച്ചു കഴിയുമ്പോൾ പരമസത്യം ഫസ്റ്റ് പരമസത്യം ആരാണെന്നേ നമുക്ക് മനസ്സിലാകാതെ കൺഫ്യൂഷനിലിരിക്കും. അതുകൊണ്ട് ഈ ആൻസർ, ഈ ഭഗവത്ഗീതയിലെ ഇത് വെച്ചിട്ട് നമുക്ക് ഭഗവാനാണ് പരമപുരുഷൻ. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാരണം നമുക്ക് പറയാം.
ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ടോ സംശയം? ഊതി പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേദം വന്നിട്ട് നമ്മളെപ്പോലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. മനുഷ്യരായിട്ട് ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഭൗതിക ലോകത്തിൽ ജീവിക്കാനാണല്ലോ മനുഷ്യരായിട്ട് ജനിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ പൂർണ്ണമായിട്ട് കൃഷ്ണന് ശരണം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ വൈകുണ്ഠത്തിൽ നമ്മൾ പോകുമായിരുന്നു. പക്ഷെ അങ്ങനെ ശരണം പ്രാപിച്ചില്ല, എന്തോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു അല്ലേ. ആ ആഗ്രഹം അനുസരിച്ച് ഭൗതിക ലോകത്തിൽ ജനിച്ചു. ഭൗതിക ലോകത്തിൽ ജനിക്കുമ്പോൾ ഇവിടെ ഉള്ള ഫെസിലിറ്റീസ് നമുക്ക് തരണം. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടിട്ടു, ജയിലിൽ കൊണ്ടിട്ട് ആഹാരം കൊടുക്കാതിരുന്ന എന്താവും? ചത്തുപോകും. അപ്പോൾ ജയിലിൽ എന്ത് ചെയ്യണം? ആഹാരം കൊടുക്കണം, ഉറങ്ങാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം, ആഹാരം കൊടുക്കണം, കുളിക്കാനുള്ള, ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അതൊക്കെ കൊടുക്കണം അല്ലേ. അപ്പോൾ ജയിലിൽ കിടന്നാൽ ഈ ഫെസിലിറ്റീസ് എല്ലാം തരുന്നു. അപ്പോൾ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞ ജയിലാണ്. ഇവിടെ നമുക്ക് ബേസിക് ഫെസിലിറ്റീസ് തരണം. അപ്പോൾ വേദത്തിൽ നമ്മുടെ ആഗ്രഹം എന്താണ്? എനിക്ക് വലിയൊരു ബിസിനസ്, കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് ബിസിനസ്സുകാരനാകാൻ പറ്റില്ല, ഞാനിങ്ങനെ അടുത്ത ആളെ കണ്ടിങ്ങനെ ആഗ്രഹിച്ചായിരിച്ചു, അയാൾ ടാറ്റാ ബിർള പോലെ ജീവിച്ചു, എനിക്ക് ഒന്നുമില്ല ഭഗവാൻ എനിക്കൊന്നും തന്നില്ല, എനിക്കെന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞു അമ്പലങ്ങൾ കയറി ഇറങ്ങും ചില ആൾക്കാർ. പക്ഷെ അവർക്ക് കിട്ടും. എപ്പോൾ കിട്ടും? നെക്സ്റ്റ് ലൈഫിൽ കിട്ടും, അതേ പുണ്യം കിട്ടും. അപ്പോൾ ആ പുണ്യം കിട്ടുമ്പോൾ അത് അനുഭവിക്കാനായിട്ട്, അത് തിരിച്ച് നേടാനായിട്ട് അവർക്ക് വേദം വേണം. അപ്പോൾ അവർ ഇവിടെ അത് തുടങ്ങി വെച്ചതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഈസി ആയിട്ട് ഒരു വേദത്തിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവർക്ക് കിട്ടും. അവിടെ ഒരു ഗോത്രിയെ കിട്ടും, അവിടെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കാശ് കൊടുക്കും, അവരെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കും. അപ്പം വേദങ്ങൾ വായിക്കും. വേദത്തിൽ ഏത് പോർഷനായിരിക്കും അദ്ദേഹത്തിന് അട്രാക്റ്റ് ചെയ്യുക? ഏത് പോർഷൻ അട്രാക്റ്റ് ചെയ്യും? കാശ് കിട്ടുന്ന മാർഗം അത് അട്രാക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് വേദം അങ്ങനെ വെച്ചത്. ഒരാൾക്ക് തമോ ഗുണത്തിലാണ് ഇരിക്കുന്നത്, ആ വ്യക്തിക്ക് സാത്വിക ഗുണത്തിലെ പൂജകൾ ഇഷ്ടപ്പെടില്ല. അയാൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ കുത്തി ഇവിടെ ഇറക്കണം. ഇറക്കുമ്പോൾ ഭക്തി ഇങ്ങനെ തനിയെ ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെയാണ്, അവിടെയൊക്കെ കുത്തി ഇറക്കി കെട്ടി തൂക്കുന്നതുകൊണ്ട് അങ്ങനെ ദൈവമേ എന്നൊക്കെ പറഞ്ഞങ്ങ് ഉരുളും, അവരും അത് കണ്ടിട്ട് ഉരുളും. പക്ഷേ ഇവിടെ അഭിഷേകമൊക്കെ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഉറക്കം വരും. കാരണം അവരുടെ നേച്ചർ ഏതാണ്? പൂമിതിക്കുക. പൂന്ന് കഴിഞ്ഞാൽ തീ കണൽ കൊണ്ടിട്ടിട്ട് തീ കൊണ്ടിട്ട് അതിൻ്റെ പുറത്ത് ഓടും. അത് കാണുമ്പോൾ അങ്ങനെ അവർക്ക് ഭക്തി, പിന്നെ അവരും അതുപോലെ ആടും. ഈ ആട്ടം കണ്ടിട്ട് നമ്മളെ ആൾക്കാർക്ക് ഹരേ കൃഷ്ണ കേട്ടാലേ ആടത്തുള്ളൂ, മറ്റത് കേൾക്കുമ്പോൾ ആരാടും? അവരാടും. അപ്പോൾ ഓരോ ജീവാത്മാക്കൾക്കും ഓരോ ഗുണമനുസരിച്ച് അതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള സംഭവം വേദത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് വേദത്തിൽ അങ്ങനെ പറയാത്തത്. അവരുടെ ഇഷ്ടത്തിന് അവരെടുക്കട്ടെ. പക്ഷേ അത് കറക്റ്റായിട്ട് ഒരു സ്പിരിച്വൽ മാസ്റ്ററിനെ കിട്ടിയാൽ ആ വ്യക്തിക്ക് ആ വേദത്തിൽ നിന്ന് കറക്റ്റ് എടുക്കാൻ അറിയാൻ പറ്റും അല്ലേ. ഇനി അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവത്ഗീതയ്ക്ക് വരും, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവത്തിൽ വരും, ശരണം പ്രാപിക്കും, ഭഗവാനെ സേവിക്കും, തിരിച്ചു പോകും. അപ്പോൾ ഈ മൂന്നിനും ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം. അത് ഈ 3 ഗുണത്തിൽ പെട്ടതല്ല ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം. ബലരാമനാണോ ശ്രീരാമനാണോ? ശ്രീരാമൻ. ശിവൻ. അതെ. കാരണം രാമചന്ദ്രമൂർത്തിയുടെ രാമായണം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. രാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ രമിപ്പിക്കുന്നവൻ എന്നാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നവൻ എന്നാണ്. അപ്പോൾ രാമചന്ദ്രമൂർത്തിയുടെ രാമ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണനുമായിട്ട് അടുക്കും, ആകർഷണം ഉണ്ടാകും കൃഷ്ണനുമായിട്ട്. അപ്പോൾ ആകർഷണം ഉണ്ടായി, സന്തോഷം കിട്ടി. അടുത്തത് ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ഒരു സഹായം വേണം. എന്താണ്? ഫസ്റ്റ് കൃഷ്ണ രാമ എന്ന് ജപിക്കണമെങ്കിൽ രാധാറാണിയുടെ അനുഗ്രഹം വേണം, ശക്തി വേണം. അതുകൊണ്ടാണ് ഹരേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിയാണ് തന്നിരിക്കുന്നത് കലിയുഗത്തിലായതുകൊണ്ട് 8 പ്രാവശ്യം ഹരയുണ്ട്, 4 പ്രാവശ്യം രാമ, 4 പ്രാവശ്യം കൃഷ്ണ. അപ്പോൾ അതുകൊണ്ടാണ് ആ മന്ത്രം അങ്ങനെ ഇരിക്കുന്നത്. ഇനി ചിലർക്കൊരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് സാധാരണ വേദത്തിൽ ജപിക്കുന്നത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിന്നെ എന്താ ഹരേ കൃഷ്ണക്കാർ മാത്രം? ഫസ്റ്റ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭു ആരാണ്? സ്വയം ഭഗവാനാണ്, സാക്ഷാത് ഭഗവാനാണ്. അദ്ദേഹം ഭഗവാനാണെന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കി? ഭക്തന്മാർ പറഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്. ക്വാളിറ്റീസ് കണ്ടിട്ടാണോ മനസ്സിലാക്കിയത്? ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു?
സച്ചിദേവിയുടെ മകൻ എന്ന് പറഞ്ഞു? അദ്ദേഹം ജനിച്ചതിന് ശേഷമാണ് പറഞ്ഞു. ജനിക്കുന്നു എത്ര വർഷത്തിന് മുമ്പ്? 500 വർഷമേ ആയിട്ടുള്ളൂ. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്. അപ്പം 4500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈതന്യ മഹാപ്രഭു സച്ചിദേവിയുടെ മകനായിട്ട് ജനിക്കും എന്ന് അമ്മയുടെ പേര് എഴുതി വെച്ചു. വേറെ എന്ത് എഴുതി വെച്ചു? ഗംഗയുടെ തീരത്തിൽ ജനിക്കും എന്ന് എഴുതി വെച്ചു അല്ലേ? സ്വർണ്ണ കളറിൽ ബോഡി കോംപ്ലക്ഷൻ അങ്ങനെ ഉണ്ടാകും, സ്വർണ്ണവർണ്ണത്തിലുണ്ടാകും എന്ന് പറഞ്ഞു. കൈക്ക് നീളം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഹരിനാമം ജപിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും എവിഡൻസ് അല്ലേ ഭഗവാനാണെന്ന്? അങ്ങനെ ശാസ്ത്രത്തിൽ പ്രമാണമുള്ളത് കൊണ്ടാണ് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ ആരായിട്ട് അക്സെപ്റ്റ് ചെയ്തു? ഭഗവാനായിട്ട്. ആ ചൈതന്യ മഹാപ്രഭു തന്നെ നമ്മൾ എന്ത് പഠിപ്പിച്ചു? ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് തുടങ്ങിയാൽ മതി. എന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചു? കാരണം വേദമന്ത്രം അങ്ങനെ ജപിക്കണമെങ്കിൽ നമുക്ക് അത്രയും ക്വാളിറ്റീസ് വേണം. വേദമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ കുളിച്ചിരിക്കണം, വൃത്തിയുള്ള സ്ഥലത്തിലിരിക്കണം, അശുദ്ധിയായ ആൾക്കാർ കേൾക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കുറേ റൂൾസ്, അത് ഓരോ ഡയറക്ഷൻ നോക്കിയിരിക്കണം. രാവിലെ ഒരു ഡയറക്ഷൻ, ഉച്ചയ്ക്ക് ഒരു ഡയറക്ഷൻ, രാത്രി സന്ധ്യയായ ഇനിയൊരു ഡയറക്ഷനിലിരുന്ന് കൃത്യമായിട്ട് ജപിക്കണം, കൃത്യസമയത്ത് സന്ധ്യസമയത്ത് ജപിക്കണം. ഇങ്ങനെയൊക്കെ വേദമന്ത്രത്തിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. കലിയുഗത്തിൽ ഇതൊക്കെ നോക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? നമ്മൾ വിചാരിക്കും നമ്മൾ കുളിച്ചിട്ടാണ് വരുന്നതെന്ന്. വരുന്നയാൾ ചത്ത വീട്ടിൽ പോയിട്ട് ബസ്സിൽ നമ്മൾ അടുത്ത കയറിയിരിക്കും, അയാളെ തൊട്ടിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായി? പരിശുദ്ധിയാണോ? ഇല്ല. അപ്പോൾ കലിയുഗത്തിൽ ഇതൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ അശുദ്ധിയാണ്. കലേർ ദോഷം നിതേരാജൻ എന്ന് പറയുന്നുണ്ട്, ദോഷം മാത്രമേ ഉള്ളൂ. അവിടെ എന്താണ് ഗുണമെന്ന് പറയുന്നത്? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗം. ഭഗവാന്റെ നാമകീർത്തനം അത് പരിശുദ്ധിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നാമം ജപിച്ചാൽ അല്ല. ഇതാര് പഠിപ്പിച്ചു? ചൈതന്യ മഹാപ്രഭു. ഇനി ചൈതന്യ മഹാപ്രഭു മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അഗ്നിപുരാണത്തിനകത്ത് ഇനി ചൈതന്യ മഹാപ്രഭു മൊത്തത്തിൽ മാറ്റി എന്ന് പറഞ്ഞാൽ അത് ചൈതന്യ മഹാപ്രഭു നമ്മുടെ ബ്രാൻഡ് എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. പുരാണത്തിനകത്ത് നമുക്ക് പറയാം ഓൾറെഡി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ അങ്ങനെയും ജപിക്കാമെന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപുരാണത്തിനകത്ത് മന്ത്രം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ആ മന്ത്രത്തിനെ എടുത്ത് തന്നാൽ, ആ മന്ത്രം വേദമന്ത്രമാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതിനെ എടുത്ത് ജപിച്ചതുകൊണ്ട് എന്ത് തെറ്റുണ്ടോ? ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് തെറ്റില്ല. അപ്പോൾ ഭഗവാൻ കാരുണ്യപൂർവ്വം, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹരേ കൃഷ്ണ എന്ന് തുടങ്ങിയിട്ടാണ് ലോകം മുഴുവനും ജപിക്കുന്നത്. ഹരേ രാമ എന്നാണ് ജപിക്കുന്നത് ലോകം മുഴുവൻ. ആഫ്രിക്കയിലിരിക്കുന്ന ആൾക്കാർ ഹരേ രാമ എന്നാണ് ജപിക്കുന്നത്, ഹരേ കൃഷ്ണ എന്നാണ് തുടങ്ങിയത്. എന്തുകൊണ്ട്? ഭഗവാൻ വന്ന് പറഞ്ഞു ലോകം മുഴുവൻ ഈ നാമം പ്രചരിപ്പിക്കുമെന്ന്. അത് സത്യമാണ്. ആരും ഹരേ രാമ എന്ന് ആഫ്രിക്കയിലും ചൈനയിലും ഇരിക്കുന്ന ആൾക്കാരൊന്നും ഹരേ രാമ ഹരേ ജപിക്കുന്നില്ല, ഹരേ കൃഷ്ണ എന്ന് തുടങ്ങി തന്നെ ജപിക്കുന്നത്. എന്തുകൊണ്ട്? അത് ഭഗവാൻ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എവിഡൻസ് ആയില്ല, വ്യക്തമായില്ല. ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ, ആൾക്കാർ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്കും അക്സെപ്റ്റ് ചെയ്യും. പിന്നെ പ്രഭുപാദ് ഇതിനകത്ത് പറയുന്നുണ്ട്, എന്താ പറയുക, എപ്പോഴും അസൂയയും ഈഗോ അഹങ്കാരമുള്ള വ്യക്തികൾ എത്ര എവിഡൻസ് കൊടുത്താലും സമ്മതിക്കില്ല. അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതവർ വിട്ടേക്കണം, അവരെന്തോ പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. ചിലർക്ക് അവർക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശാസ്ത്രമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് ശാസ്ത്രം റെഫർ ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, അപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്ന് ആര് മനസ്സിലാക്കും? ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും. പക്ഷേ ഇല്ല, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്, എനിക്കത് മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ അയാൾ മാറണ്ട, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ജയ അല്ല, അത് കുഴപ്പമില്ല. അത് ഇപ്പം മഹാവിഷ്ണുവിനും കൃഷ്ണനും വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് തനിയെ അങ്ങ് വരണം. നമുക്ക് ആ ഒരു ആ കൃഷ്ണ പ്രേമം നമുക്ക് ഉണ്ടാകണം, അത് നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റില്ല. കൃഷ്ണപ്രേമം ഉണ്ട്, പക്ഷെ വിഷ്ണുവാണ് വേണ്ടത്. നമ്മൾ കണ്ട് പരിചയപ്പെട്ടു. അതിന് ചൈതന്യ ചരിതാമൃതത്തിൽ മുരാരി ഗുപ്ത എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയുണ്ട്. ഈ മുരാരി ഗുപ്ത ഭയങ്കര ഹനുമാൻ ഭക്തനാണ്. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് വന്നിട്ട് എന്താ പറയുക, രാമഭക്തനാണ് മുരാരി ഗുപ്ത, വൈദ്യനാണ്, രാമഭക്തനാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഇങ്ങനെ രാമചന്ദ്രമൂർത്തിയായിട്ട് ദർശനം കൊടുത്തു. അപ്പോൾ എന്തിനാ കൊടുത്തു? പക്ഷെ പല പ്രാവശ്യം മുരാരി ഗുപ്തയുടെ പറയും കൃഷ്ണനാണ് ശ്രേഷ്ഠം, കൃഷ്ണനെയാണ് ആരാധിക്കേണ്ടത്. മുരാരി ഗുപ്ത ഒരു ദിവസം ഭയങ്കര വിഷമിച്ചിട്ട്, ചൈതന്യ മഹാപ്രഭു പറഞ്ഞതിനെല്ലാം എസ് പറയും, പക്ഷെ വീട്ടിൽ പോയിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കും. പക്ഷെ ഭഗവാൻ ഇത് മനസ്സിലാക്കും ഈ വിഷമിച്ചിരിക്കുന്നത്.
അപ്പോൾ അടുത്ത ദിവസം വന്നിട്ട് മുരാരി നീ വിഷമിക്കേണ്ട, ആ കൃഷ്ണനും ഈ രാമനും ഒന്ന് തന്നെ, നീ രാമനെ തന്നെ ആരാധിച്ചാൽ മതി. ഇന്നും നവദ്വീപിൽ പോയി കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുയുടെ ബർത്ത് പ്ലേസിന് തൊട്ടപ്പുറത്ത് മുരാരി ഗുപ്തയുടെ ഹൗസ് ഉണ്ട്. അവിടെ രാമചന്ദ്രമൂർത്തിയെ വെച്ചാണ് മുരാരി ഗുപ്ത ആരാധിക്കുന്നത്. അപ്പോൾ അത് തെറ്റില്ല. ഇവർ രണ്ടുപേരും വേറെ ആരുമല്ല. അങ്ങനെ തന്നെ ആരാധിക്കും, അത് തനിയെ. പക്ഷെ കൃഷ്ണനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ, എത്രത്തോളം ശ്രീമദ് ഭാഗവതം വായിച്ചു തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിഷ്ണു അങ്ങ് മാറിക്കോളും, കൃഷ്ണനായിട്ട് മാറിക്കോളും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രീമദ് ഭാഗവതം വായിച്ചു തുടങ്ങണം. ഇപ്പം പലരും എങ്ങനെയാണ്, ഇസ്കോണിൽ വരുന്നതിന് ഭയങ്കര ശിവഭക്തനായിരുന്നിരിക്കും, ശിവൻ്റെ അമ്പലത്തിൽ ഡെയിലി പോവും, കുരുളും ചുറ്റും എല്ലാം ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നറിയില്ല, അതിലേക്ക് വിടാനേ പറ്റില്ല, ശിവനാണ് എല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൃഷ്ണനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശിവൻ തന്നെ ആ ബ്ലെസ്സിങ്സ് കൊടുക്കും. കൃഷ്ണഭക്തിയിൽ വരെ ശിവൻ ആരെയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലേ, ഭഗവാനെയാണ്. വിഷ്ണു ആരെ കാണാനാണ് ആഗ്രഹിച്ചത്? കൃഷ്ണനെ കാണാനാണ്. അപ്പോൾ ആ വിഷ്ണു തന്നെ അനുഗ്രഹം കൊണ്ട് നമ്മളെ മാറ്റിത്തരും. നമ്മൾ എന്ത് ചെയ്താൽ മതി? നാമം കൃത്യമായിട്ട് ജപിച്ചാൽ, ഹരിനാമം കൃത്യമായിട്ട് ജപിക്കുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക് കുറച്ച് ടൈമിൽ അത് മാറിക്കിട്ടും, ആ വിഷ്ണു ഭക്തിയിൽ വരും. അതുകൊണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി മാറ്റാനൊന്നും ശ്രമിക്കണം. അവിടെയും നമുക്ക് പ്രമാണം കൊടുക്കണം. ശിവനാണോ അതായത് ശിവനാണോ വിഷ്ണു ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ശ്ലോകാസ് എടുത്ത് പറയാം. അല്ലാതെ പറയണമെങ്കിൽ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, മുക്തിപ്രദാതാം വിഷ്ണുർ ഏവന സംശയം. മുക്തി തരണമെങ്കിൽ വിഷ്ണുവിനെ തരാൻ സാധിക്കൂ എന്ന് ശിവന് പറയുന്ന ഒരു ശ്ലോകമാണ്. അപ്പം മുക്തിപ്രദാതാം വിഷ്ണുർ ഏവന സംശയമില്ല എന്ന് ശിവൻ പറയുന്നു. അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാം. കാരണം ഇത് ശിവപുരാണത്തിൽ പറയുന്നതാണ്, വേറെ എവിടെയും പറയുന്നില്ല. അടുത്തത് പറയും ആരാധന വിഷ്ണു ആരാധന പരം, ആരാധന സർവേഷാം വിഷ്ണു ആരാധന. ആരാധനകളിൽ വെച്ച് സർവേശ്വരനായ വിഷ്ണു ആരാധനയാണ് പരമമെന്ന് പറയുന്നുണ്ട്, ശിവൻ പാർവതിക്ക് പറയുന്നുണ്ട്. അപ്പോഴും പുരാണം മൊത്തം വായിച്ചാൽ ശിവൻ്റെ കഥയായിരിക്കും. പക്ഷെ ശിവൻ പറയുന്ന ഡയലോഗ്സ് എന്താണെന്ന് നോക്കണം. അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ശിവൻ പറയുന്ന ഉപദേശമില്ലേ, ഒരു സിനിമ മൊത്തവും നമ്മൾ കാണും, അതിനകത്ത് പഞ്ച് എന്തെങ്കിലും കാണും, മെയിനായിട്ടുള്ള ഡയലോഗ്സ്. അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുക. അത് എന്താണെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ആരാണ് സുപ്രീം എന്ന് പറയാം. ഇനി ശിവൻ ആരുടെ നാമവും ജപിക്കുന്നത്? ശിവൻ രുദ്രാക്ഷം വെച്ചിരിക്കുന്നില്ലേ, അപ്പോൾ ശിവൻ്റെ മേലെ ആരോ ഉണ്ടല്ലോ. ശിവൻ ആരെയാണ് ജപിക്കുന്നത്? കൃഷ്ണൻ രുദ്രാക്ഷം ജപിക്കുന്നോ? പക്ഷെ എന്നാൽ കൃഷ്ണൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിൽ കൃഷ്ണൻ ജപിക്കുന്നുണ്ട്. അതെന്തിനാ ചെയ്തതെന്ന് ചോദിക്കാം. എന്തിനാ ചെയ്ത് കാണും? കൃഷ്ണ ബുക്കിൽ കൃഷ്ണൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൽ കൃഷ്ണൻ ജപിക്കുന്നുണ്ട്. രാവിലെ വെളുപ്പിന് എണീറ്റ് ജപിക്കുകയൊക്കെ ചെയ്യും. എന്തിനാ ചെയ്യുന്നത്? നമ്മളെ പോലെയുള്ളവരെ പഠിക്കണം. ആരെ കണ്ട് പഠിക്കണം? ഭഗവാൻ ഈ ലോകത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്തോ അതുപോലെ നമ്മളും ചെയ്യണം, എങ്കിലേ ആധ്യാത്മിക പുരോഗതി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ചെയ്യുന്നത്. അല്ലാതെ ഭഗവാൻ ജപിക്കാനില്ല. പക്ഷേ ശിവൻ സദാസമയവും ശിവൻ രുദ്രാക്ഷം വെച്ചുകൊണ്ടിരിക്കും. കൃഷ്ണൻ അങ്ങനെ വെച്ചിരിക്കുന്നില്ല. സദാസമയം കൃഷ്ണൻ എന്താ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഓടക്കുഴൽ പാട്ടും പാടി നടക്കും, ഒരു ജോലിയില്ല. അതാണ് വ്യത്യാസം. എന്താണ്? വസുദേവർ പൂജിച്ചതോ? ആ, കൃഷ്ണ വിഗ്രഹനാണ്. ആ ഗുരുവായൂരപ്പൻ. പക്ഷെ ആ വിഗ്രഹം ചതുർഭുജം ആകാൻ കാരണം അത് വസുദേവർക്ക് കൊടുത്ത ദർശനമാണ്, 4 കൈയും. ആർക്ക്? അതായത് യഥാർത്ഥത്തിൽ അവർക്ക് ഫസ്റ്റ് ദർശനം കൊടുത്ത് വിഷ്ണുവായിട്ട് കൊടുത്തിട്ട്, പക്ഷെ 4 കൈ വന്ന രസം പോവില്ലേ, അച്ഛനും മകനുമായിട്ട് രസം. പിന്നെ അവരെന്ത് ചെയ്യിച്ചാൽ 4 കൈയിൽ കൃഷ്ണനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഡെയിലി അഭിഷേകം ചെയ്യും, ഡെയിലി ഇത് കൊടുക്കും. കൃഷ്ണൻ പോവെന്ന് പറഞ്ഞാൽ പോവും, നില്ലെന്ന് പറഞ്ഞാൽ നിൽക്കും, അങ്ങനെയാവും. പക്ഷെ ഇപ്പം എന്തായി? അവർ വടിയെടുത്തോണ്ട് പോവുകയാണ്, അല്ലേ? ദാമോദര അഷ്ടകത്തിൽ പോലെ കൃഷ്ണനെ അടിക്കാൻ ഓട്ടിക്കുന്നു, കൃഷ്ണൻ ചെരിപ്പെടുത്ത് തലയിൽ വെച്ച് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ രസം മാറി, ആ കുട്ടിയും അച്ഛനും പോലെയുള്ള ആ രസം മാറി. അതിന് വേണ്ടിയിട്ട് जय श्रील प्रभुपाद की जय। वंशाकल्पतरुभ्यः से कृपा सिंधु पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव वृंद की जय। श्रील प्रभुपाद की जय। गौर प्रेम।